1983 എഴുതിയ ഒരു ചുവരെഴുത്ത് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാവുകയാണ്. BJP ജയിക്കും, ഭാരതം ഭരിക്കും എന്ന ചുവരെഴുത്താണ് നരേന്ദ്രമോദി മൂന്നാമതും അധികാരത്തിലേറുമ്പോൾ ശ്രദ്ധേയമാകുന്നത്. BJP എന്ന രാഷ്ട്രീയ പാർട്ടി പിറവിയെടുത്ത് 2 വർഷത്തിനുള്ളിലാണ് കണ്ണൂരിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരൻ ആത്മവിശ്വാസത്തോടൊപ്പം പ്രതീക്ഷയുടെയും അത് കുറിച്ചത്. IPF ദുബായ് സെക്രട്ടറിയായ രമേശ് മാണിക്കോത്താണ് ആ ചുവരെഴുത്തിന് പിന്നിൽ. ദുബായിൽ നിന്ന് ഷിൻ സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. BJP എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകൃതമായി 2 വർഷത്തിന് ശേഷം, അതായത് 1983-ൽ BJP ഭാരതം ഭരിക്കുമെന്ന് കണ്ണൂർ എളയാവൂർ പഞ്ചായത്തിലെ ഒരു കനാലിൻ്റെ പാലത്തിൻ്റെ തൂണിൽ എഴുതി അതിൻ്റെ ആത്മവിശ്വാസം പ്രകടമാക്കിയ വ്യക്തിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. രമേശ് മാണിക്കോത്താണ്. എന്തായിരുന്നു അന്ന് ഇത്ര ആത്മവിശ്വാസത്തോടെ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകൃതമായി 2 വർഷത്തിന് ശേഷം അത് ഭാരതം ഭരിക്കുമെന്ന് ആ പാർട്ടിക്ക് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും കേരളത്തിൽ ഇല്ലാത്ത സമയത്താണ് താൻ അങ്ങനെ ഒരു ചുവരെഴുത്ത് നടത്തുന്നത്? എന്തായിരുന്നു അത്രയും വലിയൊരു ആത്മവിശ്വാസത്തിന് കാരണം? സത്യത്തിൽ അന്ന് പാർട്ടി രൂപീകൃതമായിട്ട് ആദ്യം ജനതാ പാർട്ടിയായിരുന്നു. അത് പിന്നീട് അതിൽ നിന്ന് വന്നു, അത് ഭാരതീയ ജനതാ പാർട്ടിയായി. അതിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പായിരുന്നു അത്. ആ സമയത്ത് ഞങ്ങൾ അവിടെയുള്ള കുറച്ച് യുവാക്കൾ, വളരെ ഊർജ്ജസ്വലതയോടുകൂടെ വർക്ക് ചെയ്യുന്ന ഒരു പറ്റം യുവാക്കൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ആണ് ഈ ചുമരെഴുത്ത് ഞങ്ങൾ എഴുതുന്നത്. അപ്പോൾ അത് എങ്ങനെ എൻ്റെ മനസ്സിൽ വന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ഇല്ലാതിരുന്ന ഒരു സമയത്ത് അത് എങ്ങനെ എൻ്റെ മനസ്സിൽ വന്നു എന്നുള്ളത് എനിക്ക് തന്നെ, എൻ്റെ നാവിൻ തുമ്പത്ത് അത് എങ്ങനെ വന്നു എന്നുള്ളത് എനിക്കറിയില്ല. അത് അന്ന് എഴുതി വെച്ചു. അതേപോലെ താമര ചിഹ്നമൊക്കെ വരച്ചു വെച്ചു. ഞങ്ങൾ സത്യത്തിൽ അത് മറന്നതായിരുന്നു. പക്ഷേ ഇക്കുറി 2024 തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ സ്ഥാനാർത്ഥി ശ്രീ രഘുനാഥിനായ പ്രവർത്തനത്തിനായിട്ട് കുട്ടികൾ, സുജീഷ് എന്നൊക്കെയുള്ള കുട്ടികൾ അവിടെ ഗൃഹസമ്പർക്കത്തിന് പോകുമ്പോഴാണ് അവരുടെ ഇത് ശ്രദ്ധയിൽപ്പെടുന്നത്. അങ്ങനെ അവരതിൻ്റെ ഫോട്ടോ എടുത്ത് കണ്ണൂർ BJPയുടെ സോഷ്യൽ മീഡിയയിൽ ഇടുകയും പിന്നീട് അത് കേരള BJPയിൽ വരികയും അത് വൈറലാവുകയും ചെയ്തു. അതാണ് അതുണ്ടായത്. BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇത് 3-ാം തവണയും അടുപ്പിച്ച് അധികാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്ത് തോന്നുന്നു? അന്നത്തെ ഒരു എഴുത്തിൻ്റെ ഒരു മഹാത്മ്യം ഇപ്പോൾ എന്തായിട്ട് തോന്നുന്നത്? എങ്ങനെയാണ് ഇതിൻ്റെ നാവിൻ തുമ്പത്ത് വന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. പക്ഷേ പിന്നീട് അത് 92-ൽ ശ്രീ വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ് വന്നു. ആ സമയത്ത് നമ്മളൊന്നും അത് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം നാട്ടിൽ പോയ സമയത്ത് അതിനെപ്പറ്റി അന്ന് നമ്മൾ എഴുതിയല്ലോ. പക്ഷേ അന്ന് നമുക്ക് BJPക്ക് ഒരു മെജോറിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷേ 2014 ആകുമ്പോഴേക്കും നല്ല മെജോറിറ്റി ഉണ്ടായി, അധികാരത്തിൽ വന്നു. പിന്നീട് അത് നമുക്ക് തന്നെ അഭിമാനം തോന്നിയിട്ടുണ്ട്. നമുക്കന്ന് അങ്ങനെ എഴുതാൻ പറ്റിയല്ലോ എന്നുള്ളത് ഒരു വലിയൊരു അഭിമാനമായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഇത്തരത്തിൽ പാർട്ടിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പ്രവർത്തകരാണ് BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ശക്തി. ദുബായിൽ നിന്ന് രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം.